അങ്ങനെ നമ്മുടെ പ്രയാഗ്രാജിലെ കുംഭമേളയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മൾ പ്രയാഗ്രാജിലോട്ട് കയറുവാണ്. വഴി നീളെ അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡിൽ നിറയെ കച്ചവടക്കാരാണ്. ഒന്ന് നമ്മൾ ആ പ്രസാദം വെള്ളത്തിലൊഴുക്കേണ്ട ആ ഒരു പ്രസാദത്തിൻ്റെ തട്ട്, പിന്നെ രുദ്രാക്ഷമാലകൾ, അങ്ങനെ ഒരുപാട്. ഇതൊക്കെ താൽക്കാലികമായിട്ട് കെട്ടിവെച്ചേക്കുന്ന പാലമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗംഗാ നദിയാണ് ഈ കാണുന്നത്, ഈ മാലിന്യ കൂമ്പാരം. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ പോയി ഇറങ്ങാൻ പോകുന്നത്. മാലിന്യം കണ്ടോ. ഇവരുടെ ചില ആളുകളുടെ ഒറിജിനൽ രുദ്രാക്ഷം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പുള്ളിയുടെ ഉണ്ടായിരുന്നു, നമുക്കതെടുത്ത് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ ഒരു മുഖം ഇരുമുഖം അങ്ങനത്തെയൊക്കെ ഇതുണ്ടല്ലോ. അപ്പോൾ അത് നമുക്കെടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അത് അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. പിന്നെന്താ പറയുക, വള, അങ്ങനെയുള്ള നല്ല നല്ല രസമുള്ള വളകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു സമയം എന്തായാലും ആൾക്കാർ കാണുമ്പോൾ മേടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വില അതിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വില പേശിയൊക്കെ മേടിക്കാനാണെങ്കിൽ നല്ലതാണ്, വില കുറച്ചൊക്കെ കിട്ടും. പക്ഷെ നല്ല നല്ല വളകളാട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല വലിയ മാലയാണ് മേടിച്ചത്. അവർ 400 രൂപയൊക്കെ പറഞ്ഞത്, ഇവർ ഇത് എൻ്റെ കഴുത്തിൽ കിടക്കുന്നതൊക്കെ 50 രൂപയ്ക്കൊക്കെ മേടിച്ചു കേട്ടോ. അവർ 100 രൂപ 50 രൂപയ്ക്കൊക്കെ നമ്മൾ വില പേശിയിട്ട് പിന്നെ ഇത് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ ഒരു കുറി ഇടുന്നൊരു സാധനമാണ്. ഇത് നമ്മളിത് അങ്ങ് മേടിച്ചു. കാരണം അല്ലാണ്ട് ഇടിയിക്കാനാണെങ്കിൽ 10-20 രൂപയുടെ അടുത്ത് എല്ലാം ഇടണ്ടേ. അപ്പോൾ ഇത് മേടിച്ചിട്ട് എപ്പം മാഞ്ഞു പോയാലും ഇടാമല്ലോ. ഇതൊക്കെ ഇവിടെ നേർച്ച കൊടുക്കുന്ന സാധനങ്ങളാട്ടോ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പ് കാരണം ഓരോ സ്ഥലത്തും ഇങ്ങനെ തീ കത്തിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതിൻ്റെ ഭിക്ഷാടനത്തിന് വേണ്ടി ഇരിക്കുന്ന കുഞ്ഞുങ്ങളാട്ടോ, ഒരുങ്ങി നല്ല രസമായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത്. അവിടെയൊക്കെ പിന്നെ നല്ല ക്ലീനാട്ടോ. അവർ വേസ്റ്റൊക്കെ വീഴുന്നതനുസരിച്ച് അപ്പോഴേ തൂത്ത് വൃത്തിയാക്കി എല്ലാം മാറ്റിയൊരു വണ്ടിയിൽ വന്നിട്ടെല്ലാം വേസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതെവിടെ കൊണ്ടിടുന്നതെന്ന് എനിക്കറിയില്ല, കൊണ്ടുപോകുന്നുണ്ട്. ഫുൾ അവിടെ അവർ ക്ലീനാക്കി ഇടുന്നുണ്ട്. ഒരു ചവർ വീണ് കഴിഞ്ഞാൽ അപ്പോഴേ വന്ന് എല്ലായിടും തൂത്ത് വൃത്തിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് നടക്കുന്നത് ഇവിടെയല്ല, ത്രിവേണി സംഗമത്തിലാണ്. അതിവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. അത് സത്യം പറഞ്ഞാൽ നമ്മൾ വഴി അറിയാവുന്നവരൊക്കെ അവിടെ വന്ന് ഇറങ്ങത്തുള്ളൂ. നമുക്കറിയില്ല. നമ്മളതുകൊണ്ട് ഈ സൈഡിൽ കൂടി നമ്മൾ കയറി അപ്പുറത്തു കൂടി വന്നിട്ട് ബോട്ടിൽ പോകണം. ഇവിടുന്ന് ബോട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ബോട്ട് ഇല്ല. അത് ബോട്ട് എന്തോ നിർത്തി വെച്ചേക്കും. അവിടെയാണ് ബോട്ട് വിടുമോന്നറിയാൻ വയ്യ. അപ്പോൾ നടക്കുന്നത് അവിടെയാണ് എന്നാ പറയുന്നത്. നമ്മളാരെയും കണ്ടില്ല കേട്ടോ. ഇവിടെയാണ് കേട്ടോ സ്നാനം ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. വെള്ളം സത്യം പറഞ്ഞാൽ ഇത്ര അഴുക്കായി കിടക്കുന്നത് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അവിടെ ഒഴുകുന്നില്ല. നല്ല രീതിക്ക് വെള്ളം അവിടെയൊക്കെ കെട്ടിക്കിടന്ന് കലങ്ങി. പക്ഷേ സ്മെല്ലൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കലങ്ങി കിടക്കുമ്പോൾ നമ്മുടെ അവിടുത്തെയൊക്കെ ചാലുകളിലൊക്കെ വെള്ളം കലങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ കലങ്ങി കിടക്കുന്നത്. ഇവിടെ ഒരുവിധപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെ കെട്ടി കിടക്കുന്നത്. നമ്മൾ അതുകൊണ്ട് കുഞ്ഞാവേനെ ഇവിടെ ഇറക്കുന്നില്ല. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലം നോക്കി ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുക കുഞ്ഞാവേനെ സ്നാനം ചെയ്യിക്കാൻ. ഇത് കുഞ്ഞാവെ ഞാൻ സ്നാനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേട്ടോ. നമ്മൾ പോയി സ്നാനം ചെയ്ത് ഇത് വൃത്തിയുള്ള നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെയ്തത്. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ ടെൻ്റൊക്കെ അടിച്ച് കുഞ്ഞാവയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. കുഞ്ഞാവയ്ക്ക് ഫീഡൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നടന്ന് അവിടെ എല്ലാം കാണാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അത് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാനായിട്ട് ഇറങ്ങി. നമ്മൾ ത്രിവേണി സംഗമത്തിലോട്ട് പോവുകയാണ്. അവിടെ കൊണ്ടുപോയി കുഞ്ഞാവെ സ്നാനം ചെയ്യിക്കാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റാവും. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ സഹിക്കാൻ വയ്യ. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും 12 മണിയൊക്കെ കഴിയും.
ആം, ഏകദേശം ശിവരാത്രിയുടെ ആ ഒരു ഇതും കഴിയുകയും ചെയ്യും. അപ്പം അതിന് മുമ്പ് ചെയ്യണമെന്നുണ്ടായിട്ട് ഞാൻ ഇവിടെ തന്നെ ഒരു സ്ഥലം വൃത്തി നോക്കി പ്രയാഗ്രാജിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ത്രിവേണി സംഗമത്തിന് അങ്ങോട്ട് പോവാണ്. കുറച്ചധികം നടക്കണം കേട്ടോ, നല്ല രീതിക്ക് നടക്കാനുണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്നത് ഒരു നദിയിൽ കൂടിയാണെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ ഇവിടെ ഇത് ഈ നദിയാണ്, ഇത് വറ്റിയിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്തതെന്നുള്ളത്. ഞാൻ വിചാരിച്ചു നദി ഗംഗാ നദിയുടെ കരവശമാണെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ എനിക്കങ്ങനെ വിശദമായിട്ട് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ അല്ല, ഇതാ നദിയാണ്, ഇത് വെള്ളം വലിഞ്ഞ് വറ്റിയതിന് ശേഷം അവർ ഈ 3 മാസം കൊണ്ട് ഇതെല്ലാം ചെയ്തത്. അപ്പം നമ്മുടെ നമ്മൾ ട്രെയിനിൽ പോകുന്ന ആ പാലമാണ് ആ മുകളിൽ കാണുന്നത്. ആ പാലത്തിൻ്റെ ഏകദേശം അത്രയും ഉയരത്തിൽ ഈ വെള്ളമാവും. മഴ സമയമാകുമ്പോൾ ഈ നദിയുടെ നമ്മളീ പോകുന്നത് നദിയിൽ കൂടിയാണ്, മണ്ണിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അയ്യോ, വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത്രയും അവർ ആ ഒരു നദീനെ അവർ ഇങ്ങനെ ഒരു കുഞ്ഞൊരു നഗരമാക്കി മാറ്റിയെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇതാണ് അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റിനകമൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. ഇതിൻ്റെ ഈ ടോയ്ലറ്റിൻ്റെ ബാക്ക് വശത്ത് തന്നെ ഈ നമ്മുടെ വാട്ടർ ടാങ്കുകൾ ഫുൾ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടാണ് ഈ മാലിന്യമെല്ലാം ചെന്ന് വീഴുന്നത്. അപ്പം ഇവർ പറയുന്നത് വെച്ചാൽ അത് കണ്ടെയ്നറിൽ വന്ന് അവരെടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റും, ഇവിടുന്ന് മാറ്റും, നദിയിലോട്ടല്ല വിടുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷേ ബാത്റൂമിനകത്ത് പൈപ്പും കാര്യങ്ങളും വെള്ളമൊന്നുമില്ല കേട്ടോ. വെറുതെ ഒരു ബാത്റൂം ഇങ്ങനെ ഇട്ടേക്കുവാണ്, അതിനകത്ത് പൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വൃത്തികേടും ഉണ്ട്. വെള്ളമില്ലാണ്ട് എന്ത് ചെയ്യാനാ? പല ബാത്റൂമും തിരക്ക് കൂടിയിട്ടായിരിക്കും തെള്ളി മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് അന്നദാനമുണ്ട്, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്. അതായത് ചോറ്, നമ്മുടെ നോമ്പ് കഞ്ഞിയില്ലേ, അതായത് ഈ അരപ്പൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി, അതുപോലത്തെ ഒരിത്, സോയാബീനും കടലയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ചോറും കിഴങ്ങറി കഴിക്കുന്നത് എങ്ങനെ അതുപോലെ ഇരിക്കും. നല്ല രസമുണ്ടായിരുന്നു, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടോടെ. അത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഈ സ്വാമിമാരുടെ മഠം എന്തോ ഇതാണെന്ന് തോന്നുന്നു, അതിങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ മേടിച്ച് കഴിച്ച് പോകണം, നമുക്ക് വിശക്കത്തില്ല. എന്തായാലും ഫുഡ് അവിടെ ഫുള്ളുണ്ട്. പിന്നെ ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ പാലമാണ്, നമ്മുടെ നദിയുടെ നടുക്ക് കൂടി ഇതിലേക്കൂടി വേണം നമ്മൾ നടന്ന്. ഇതുപോലത്തെ 13 പാലം എന്തോ ഉണ്ട് ഇതുപോലത്തെ. അപ്പം ഇതിലേക്കൂടി നടന്ന് വേണം നമ്മൾ അപ്പുറത്ത് പോകാൻ. അപ്പുറത്താണ് ത്രിവേണി സംഗമത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ പോകുന്നത്. ഒരുപാട് നടക്കാണ്ട്. ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ പാടില്ല, ബോട്ടിൽ പോകുമായിരുന്നു. പക്ഷേ ഇല്ല, ബോട്ട് നിർത്തി വെച്ചേക്കുക രാത്രി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ത്രിവേണി സംഗമമൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ ടെൻ്റ് അടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം വെളുപ്പിനെയൊക്കെ ആയി, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും ഞാൻ അത് എടുക്കാൻ നിന്നില്ല. അപ്പം പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് വെളുപ്പിനായപ്പോൾ തിരിച്ച് നമ്മൾ വാരണാസിയിലോട്ട് വന്നത്. കുഞ്ഞുമാവയും കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര, അതുപോലെ ഫോണൊക്കെ ആരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുമെന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പം നമ്മുടെ പ്രയാഗ്രാജിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ വാരണാസിയിലെ വീഡിയോ ഇടാം കേട്ടോ. വാരണാസിയിലുള്ള വിശേഷങ്ങളുടെ വീഡിയോ നാളെ കാണാം.